നമ്മൾ മേട്ടുപാളയത്ത് തന്നെയാണ്. മേട്ടുപാളയത്ത് നമ്മൾ ആദ്യ ദിവസം വന്നപ്പോൾ നമ്മൾ ഇന്നോവയുടെ ഒരു ബോഡി പാർട്സ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ KS ഓട്ടോ പാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലായിരുന്നു നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഈ KSലേക്ക് പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ അവിടെ 2021 മോഡൽ ഒരു TUV ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ക്രെയിനൊക്കെ വന്ന് TUV ഫുള്ള് ഇങ്ങനെ കെട്ടി പൊക്കാവുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചൊക്കെ നോക്കിയപ്പോൾ 50,000 രൂപയിൽ താഴെ ഒരു റേറ്റിലാണ് അതിൻ്റെ ബോഡി അവർ സെയിൽ ചെയ്തത്. 50,000 രൂപയിൽ താഴെ എന്ന് പറഞ്ഞാൽ 2021 മോഡൽ TUV ആണ്. ഇന്നറിൽ നിന്ന് സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തു. പക്ഷേ ബാക്കി എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ആ ഒരു ബോഡിയും 50,000 രൂപ താഴെയാണ് അവർ സെയിൽ ചെയ്തത്. അതെല്ലാ സമയത്തും അത്ര റേറ്റിന് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ആ ഒരു വണ്ടി വിറ്റത്, ആ ഒരു വണ്ടിയുടെ ബോഡി മാത്രം വിറ്റത് ആ റേറ്റിലാണ്. 8 ബോൾട്ടാണ് ചേസുമ വരുന്നത്. ചേസുമ 8 ബോൾട്ട് വരുന്നുണ്ട്. 8 ബോൾട്ട് റിമൂവ് ചെയ്തു. അതിനുശേഷം ഫ്രണ്ടിൽ വരുന്ന എൻജിൻ്റെ വയറിങ് ഹാർനസ്, ബോഡിമ വരുന്ന ഭാഗങ്ങൾ ഫുള്ളായിട്ട് അവർ റിമൂവ് ചെയ്തു. അതിന് ശേഷമാണ് അവർ ബോഡി ഫുള്ളായിട്ട് ഹൈറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ബോഡികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ശരിക്കും ഒരു കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് ഇതിൻ്റെ ബോഡി റിമൂവ് ചെയ്യണം. ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും. கொஞ்சம் மண்ணே எடுத்துங்க. போட்டு நான் பார்க்கலாம். നമ്മുടെ വണ്ടി
അഴിച്ചു വെച്ച ബോഡി കൊണ്ടുപോകാനായിട്ട് ലോറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വരെ അറേഞ്ച് ചെയ്ത് തരും, പൈസ നമ്മൾ കൊടുക്കണം, അത്രേ ഉള്ളൂ. രണ്ട് ദിവസം മേട്ടുപാളയം ഫുള്ളും സ്പെയർ പാർട്സ് സെക്കൻഡ് ഹാൻഡ് പാർട്സിനൊക്കെ വേണ്ടിയിട്ട് കറങ്ങി നടന്ന് അതിൻ്റെ ഒരു 3 വ്ളോഗായിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലുള്ള സെക്കൻഡ് ഹാൻഡ് പാർട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കുറച്ച് നമ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത ഷോപ്പുകളിലെയും അല്ലാത്ത കുറച്ച് നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബൊലോറമായിട്ടുള്ള വാഹനങ്ങളുടെ ബാക്കിലെ ക്യാബിൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കണ്ടതിൽ നല്ല ഷോപ്പായിട്ട് എനിക്ക് തോന്നി. ഞാനവിടെ കയറി ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ക്യാബിൻ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ പുതിയത് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതല്ല നമുക്ക് SUV ടൈപ്പ് അല്ലെങ്കിൽ സഡാൻ ടൈപ്പ് വാഹനങ്ങളിലെ ബോഡി പാർട്സുകൾ, ഡോറ്, സൈഡ് പാർട്സ്, അങ്ങനെ ബോഡി പാർട്സായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല കമ്പനിയാണ്. അതേപോലെ തന്നെ ഒരുപാട് എൻജിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പുതിയ വാഹനങ്ങളാണ് അവിടെ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പോളോ, വെൻറ്റോ സാധനങ്ങളെല്ലാം ഒരുപാടെണ്ണം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ബോഡി പാർട്സും അതേപോലെ തന്നെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പരമായിട്ടും അതേപോലെ തന്നെ മെക്കാനിക്കൽ പരമായിട്ടുള്ള പാർട്സുകളാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് AS ഓട്ടോ പാർട്സായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവരും ഒരുപാട് വണ്ടികൾ അവിടെ ഞാൻ കിടക്കുന്നുണ്ട്. പുതിയ ബലൂണോ കാര്യങ്ങളൊക്കെ ആയിട്ടും HUV അതേപോലെ തന്നെ നമ്മുടെ ഫോർച്യൂണർ, Type 2 ഫോർച്യൂണർ അതൊക്കെ ഒരുപാട് അവിടെ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. S3 മോഡൽ BMW അങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പാർട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസത്തെ ഒരു വ്ളോഗ് 3 വ്ളോഗായിട്ട് എടുത്തതാണ്. എല്ലാവർക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇവൻ്റെ ചെയ്സ് പെൻ്റ് കേട്ടോ, അതാണ് അവർ അയച്ചു കൊടുക്കണത്. എന്തിട്ടടാ ഒമിനി വെക്കാൻ പറ്റുള്ളൂ എനിക്ക്. അടിച്ചോ നിങ്ങൾ ടാറ്റൈസൊക്കെ അന്വേഷിച്ച് കിടക്കണമെങ്കിണ്ടല്ലോ പുത്തൻ വണ്ടി കേട്ടോ. പുത്തൻ വണ്ടി എന്ന് പറഞ്ഞാൽ ഏതേറ് 2020 വണ്ടി. 2020 വണ്ടി ഇവിടെ ഉണ്ട്. ഇതിവരെ CC ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ അവർ നമ്മളോട് പറഞ്ഞത് ഇവരുടെ നിന്ന് എടുത്തിട്ട് CC പിടിച്ച വണ്ടികളൊക്കെ RC ക്യാൻസൽ ചെയ്തിട്ട് വരണതെന്നാണ് പറഞ്ഞത് കേട്ടോ. പുത്തൻ വണ്ടി കേട്ടോ. ബാക്ക് ബോഡി ആരൊക്കെ അയച്ചു കൊടുത്തു തോന്നുന്നുണ്ട്. നിങ്ങളെ വണ്ടി പഴയതൊക്കെ ആണെങ്കിൽ ഈ ബോഡികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ